ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശരണ്യ പറയുന്നുണ്ട്, ആഹാ പാചകം എല്ലാം റെഡി ആയല്ലോ. എല്ലാം ചോദിക്കുമ്പോൾ പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് മോളെ. ഇനി നിന്റെ ഫ്രണ്ടും അതുപോലെ തന്നെ നിന്റെ കൂട്ടുകാരുടെ ഭർത്താവും ഒക്കെ വന്നാൽ മതി എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതെ എൻ്റെ ഫ്രണ്ടിന്റെ ഭർത്താവും മാത്രമല്ല വരുന്നത്, അവളുടെ ഒരു ചേച്ചിയും ചേട്ടനും കൂടി വരുന്നുണ്ട്, ഭർത്താവും കൂടി വരുന്നുണ്ട്. ഓഹോ ആയിക്കോട്ടെ, എല്ലാവർക്കുള്ള ഫുഡ് റെഡിയാണ്, 10 പേർക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ്. ഓ ആയിക്കോട്ടെ. അപ്പോഴേക്കും ആരും കോണിംഗ് ബെൽ ഇങ്ങനെ കേൾപ്പിക്കുകയാണ്. ആ സമയത്ത് ശരണ്യ അവരെത്തിയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് വേഗം തന്നെ ഉമ്മറത്തേക്ക് ഓടി പോകുകയാണ്. ആ സമയത്ത് നമ്മുടെ ആൽബിയുടെ കാറ് വന്നിട്ടുണ്ടായിരുന്നു. ദേ അവരെത്തിയല്ലോ, വിക്രം വേഗം വാ എന്ന് പറയാണ്. അങ്ങനെ വിക്രവും അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരെ കാണുമ്പോഴാണ് വിക്രം ഞെട്ടുന്നത്. വേറൊന്നുമല്ല, ആൽബിയാണത്. ഇത് അവനല്ലേ ആൽബി എന്ന് വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശരണി ചിരിച്ചുകൊണ്ട് എത്തിയല്ലോ, വാ വാ വരണം എന്ന് പറയുകയാണ്. അങ്ങനെ അടുത്ത ഡോറിൽ നിന്ന് ഇറങ്ങണത് നമ്മുടെ സോണിയാണ് കേട്ടോ. വിക്രത്തിനാകെ കിളി പോയ അവസ്ഥ. അതിനെ തൊട്ട് പിന്നാലെ പുറകിലെ സീറ്റിൽ നിന്ന് ഇറങ്ങണതോ കിരണും കല്യാണിയൊക്കെ. വിക്രത്തിന് ദേഷ്യം വരുക കേട്ടോ. ആ സമയത്ത് ശരണ്യ വരണം എല്ലാവരും കയറി വാ, സോണി, ആൽബിയേട്ട, കിരണേട്ട, കല്യാണി ചേച്ചി, വാ 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 എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരും. ആ സമയത്ത് ശരണ്യ പറയുന്നുണ്ട്, ദേ ഇതാണ് എൻ്റെ ഭർത്താവ് കേട്ടോ, വിക്രമാദിത്യൻ എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കുവാണ്. ആ സമയത്ത് വിക്രത്തിനെ സൂക്ഷിച്ചു നോക്കുവാണ് സോണി. അതിനുശേഷം സോണി പറയുന്നുണ്ട്, നീ ഈ കാഴ്ച ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലേടാ വിക്രമേ എന്ന് പറയുവാണ്. അതെ, നീ എന്നെക്കുറിച്ച് വേണ്ടാത്ത കഥകളൊക്കെ നാട്ടിൽ പറഞ്ഞു നടക്കുമായിരുന്നില്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ചേടാ നിനക്കൊട്ടൊരു പണി തരണമെന്ന്. നിനക്ക് ഇങ്ങനത്തൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് നിനക്കും നിന്റെ അച്ഛനും അമ്മക്കൊക്കെ മുത്തശ്ശിക്കൊക്കെ തരണമെന്ന് ഞങ്ങൾ വിചാരിച്ചാണ് എന്ന് സോണി പറയുവാണ്. ആ സമയത്ത് ആൽബി പറയുന്നുണ്ട്, എന്താ വിക്രമേ, നമുക്കൊരു പാർട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പാർട്ടിയുടെ കാര്യം മറക്കില്ല കേട്ടോ, നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ വിക്രം ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, നല്ലൊരു പാർട്ടി തരാം എന്ന് പറഞ്ഞിട്ട് വിക്രത്തെ പുച്ഛിക്കുക കേട്ടോ. ആ സമയത്ത് വിക്രം അകത്ത് കയറാൻ പോകുമ്പോഴേക്കും ശരണ്യ പറഞ്ഞിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും വിളിച്ച് നമ്മുടെ ശരണ്യ അകത്തേക്ക് കയറ്റുവാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ശരണ്യ ചോദിക്കുന്നുണ്ട്, പിള്ളേരെ കൊണ്ടുവന്നില്ലേ കല്യാണി ചേച്ചി എന്ന് പറയുമ്പോൾ ഇല്ല, പിള്ളേരെല്ലാം അമ്മയുടെ അടുത്താണ് എന്ന് പറയുകയാണ്. അങ്ങനെ ശരണ്യം കിരണൊക്കെ പുച്ഛത്തോടു കൂടി വിക്രത്തെ നോക്കണം. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവിടെ നിന്ന് ഉരുകി പോവാട്ടോ വിക്രം. അതിനുശേഷം ശരണ്യ പറയുന്നുണ്ട്, നിങ്ങൾ വിക്രത്തിന്റെ അച്ഛനെയും അതുപോലെ തന്നെ മുത്തശ്ശിനെയും കണ്ടില്ലല്ലോ, ഞാൻ വിളിച്ചോണ്ടരാം, അടുക്കളപ്പണിയിലാണ് എന്ന് പറയാണ്. ആ സമയത്ത് കിരണിനെയൊക്കെ ചിരി വരുക കേട്ടോ. അങ്ങനെ ശരണ്യ അടുക്കളയിലേക്ക് പോകുവാണ്. അതേ എൻ്റെ ഫ്രണ്ടും അവരുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ വേഗം വാ എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട, അയ്യോ മോളെ എൻ്റെ ഷർട്ടൊക്കെ നനഞ്ഞു, ആകെ വേർതിരിക്കുക, കുളിച്ചിട്ട് വരാം. അതിന് കുഴപ്പമൊന്നുമില്ലെന്നേ, നിങ്ങൾ എൻ്റെ ബന്ധുക്കളല്ലേ, എൻ്റെ വിക്രത്തിന്റെ അച്ഛനും മുത്തശ്ശിയല്ലേ, നിങ്ങൾ വാ എന്ന് പറയാണ്. കാരണം ശരണ്യയുടെ ഉദ്ദേശം വേറൊന്നുമല്ല, അവരാ വേർപ്പോട് കൂടി അവരാ മുഷിഞ്ഞിരിക്കണത് അവരെ കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അവരെ വിളിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്താണ് നമ്മുടെ ശരണ്യ പറയണത്, ഇതാണ് വിക്രത്തിന്റെ അച്ഛൻ പ്രകാശൻ, അത് മുത്തശ്ശി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ. ആ സമയത്താണ് പ്രകാശന കാഴ്ച കണ്ട് നെട്ടണത്. വേറൊന്നുമല്ല, കല്യാണിയും കിരണും സോണിയും ആൽബിയും ഒക്കെയാണ്. പ്രകാശനാകെ ദേഷ്യം വരുക, ഇവരോ എന്ന് പറയുമ്പോഴേക്കും, ദേ എൻ്റെ ഗസ്റ്റുകളെ മര്യാദക്ക് സംസാരിക്കണം, അവർക്കൊരു പേരുണ്ട്, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ മുമ്പിൽ ഞാൻ പറഞ്ഞേക്കാന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളം മുമ്പിൽ എന്നെ പറഞ്ഞയച്ചാലും കുഴപ്പമില്ലടി എന്ന് പറയാണ്. എങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി പോടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ശരണ്യ. ആ സമയത്ത് ഇറങ്ങി പോവാണെങ്കിൽ നിങ്ങളുടെ മോൻ ഇവിടെ ഉണ്ടാവും, നിങ്ങൾ മാത്രം ഇറങ്ങി പോകണമെന്ന് പറയുമ്പോഴേക്കും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രകാശിൻ്റെ അടുത്ത് നമ്മുടെ വിക്രം അച്ഛ ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പ്രകാശന് ദേഷ്യം വരും. ഇതിനേക്കാളും നല്ലത് ഇറങ്ങി പോണതാണെന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ദേഷ്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വിക്രത്തിനെ മുത്തശ്ശിനെ കൊണ്ട് പണിയെടുപ്പിച്ച് മൂപ്പാളിളക്കാണ് നമ്മുടെ ശരണ്യ. അവർക്ക് വേണ്ട ജ്യൂസ് എടുത്ത് കൊടുക്കുന്നതും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതൊക്കെ മുത്തശ്ശിയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് നമ്മുടെ കിരണും കല്യാണിയും അതുപോലെ തന്നെ ആൽബിയും സോണിയൊക്കെ പോകുവാട്ടോ. അതിനുശേഷം സോണി ആൽബിയും ഒരു ദിവസം ശരണ്യയും ഭർത്താവിനെയും കൂടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്കും വാ, ആൽബിയുടെ അച്ഛനും അമ്മയൊക്കെ നിങ്ങളെ കാണട്ടെ എന്ന് പറയുമ്പോൾ ശരണ്യ പറയുന്നുണ്ട്, അതിനെന്താ ഞങ്ങൾ വരാലോ എന്നൊക്കെ പറയാണ്. എന്തായാലും നല്ലൊരു ഭാഗമാണ് ഇത് നടക്കാൻ പോണത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.